എല്ലാവർക്കും മൈ ഡ്രീം ആളുകട്ടിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? നാളെ നമ്മൾ അമ്പലത്തിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇന്ന്. അലമാരിയിൽ അലക്കിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും അമ്പലത്തിൽ പോണതിൻ്റെ തലേദിവസം അതൊന്നും മുക്കിയിടുന്ന ശീലമുണ്ട് കേട്ടോ. കുഞ്ഞുനാൾ മുതൽ അങ്ങനെയാണ് അമ്മ പഠിപ്പിച്ച ശീലമാണ്. നമ്മൾ അലമാരിയിൽ എപ്പോഴും ഉപയോഗിക്കുന്ന തുണികളും കൂടിയാണല്ലോ അലക്കി വെക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അമ്മ എപ്പോഴും പറയാം അമ്പലത്തിൽ പോണതിന് മുന്നേ ആ തുണി എടുത്ത് മുക്കിയിടണം. അപ്പം ഞാൻ ഇങ്ങനെ അഴയിൽ മുക്കിയിട്ടേക്കും കേട്ടോ. പിന്നെ നാളെ അമ്പലത്തിൽ പോകുന്നത് കുളി കഴിഞ്ഞാട്ടെ ഇത് എടുക്കുകയുള്ളൂ. അങ്ങനെ എല്ലാ അമ്പലത്തിൽ പോണ തലേദിവസം വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാട്ടോ എല്ലാവരും ചെയ്യുന്നത്. ഇന്ന് മാളൂന് കിട്ടിയിട്ട് ഒരു ബനിയനാണ്. ഈ ബനിയൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എനിക്കിടാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഇന്നലെ തയ്ച്ച ടോപ്പാണ് കേട്ടോ. അങ്ങനെ രാവിലത്തെ തന്നെ മാളൂനെ വിട്ട് കഴിഞ്ഞിട്ട് ഉടനെ കുളിച്ചിട്ട് ആദ്യം ചെയ്തത് തുണി ഇങ്ങനെ മുക്കിയിടുന്ന പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ഇന്ന് അനീഷേട്ടൻ രാവിലെ വിശക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് കഴിക്കാണ്ടാ പോയിരുന്നേ. അപ്പോൾ ഞാനും കഴിച്ചിട്ടില്ല. അപ്പോൾ തുണി എല്ലാം മുക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി പണിക്ക് കുഴപ്പമില്ലല്ലോ. കുളിച്ച ഉടനെ പോയി തുണി മുക്കിയിട്ട് കേട്ടോ. പിന്നെ ഇന്നലെ അലക്കിയിട്ട് തുണിയൊക്കെ മടക്കി വെക്കാറുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പണികൾ. പിന്നെ റൂമൊന്നും ക്ലീൻ ചെയ്തിട്ടുണ്ടായില്ല ഇന്ന്. ആദ്യം തന്നെ കുളിച്ച് നമ്മൾ തുണി മുക്കാൻ പോയായിരുന്നു. അങ്ങനത്തെ പരിപാടികളൊന്നും നടന്നില്ല. അനീഷേട്ടനെ എൻ്റെ ഡ്രസ്സ് അപ്പുറം റൂമിൽ വെച്ചിട്ട് മാളുവിൻ്റെ ഡ്രസ്സൊക്കെ ഇവിടെയാണ്. പിന്നെ ഞങ്ങൾ റൂമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ അനീഷേട്ടൻ ഉച്ചയ്ക്ക് വരില്ല കേട്ടോ. 2 ദിവസമായിട്ട് അനീഷേട്ടൻ ഓഫീസിൽ നിന്ന് തന്നെയാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അവിടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഒരു തട്ടിക്കൂട്ടാണ് കേട്ടോ. ചെറിയൊരു പയർ തോരൻ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ പപ്പടം ഇരിപ്പുണ്ട്. രാവിലത്തെ ആണെങ്കിൽ മാളു രാവിലെ ചപ്പാത്തി ആയിരുന്നു കൊണ്ടായിരുന്നത്. ഉച്ചത്തേക്കും ചപ്പാത്തി പനീർ കറിയൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇച്ചിരി ചോറ് ഇച്ചിരി പയറും മാത്രമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അടുക്കളപ്പണി കുറവായിരുന്നു. അമ്പലത്തിൽ പോകണോണ്ട് തന്നെ എക്സ്ട്രാ പണി ഉള്ളതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് അമ്മ വന്നപ്പോൾ കൊണ്ടുവന്ന് വേപ്പില എടുത്ത് വെച്ചേക്കണേയാണ്. വേപ്പില നാട്ടിൽ നിന്ന് വരുമ്പോൾ എപ്പോഴും ഇങ്ങനെ കുറേ കൊണ്ടുവരും കേട്ടോ. പിന്നെ പയർ തോരനാണ്. വേറെ കാര്യങ്ങളൊന്നും വെക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ വേഗം പണി കഴിഞ്ഞിട്ട് ഇനി തുടയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അമ്പലത്തിൽ പോണേന് തലേദിവസം തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ടേക്കുവാണെങ്കിൽ നമ്മളൊന്നോടെ തുടയ്ക്കുകയൊക്കെ ചെയ്യും കേട്ടോ. നാട്ടിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെയൊക്കെ തന്നെയാണ് നമ്മൾ അമ്പലത്തിൽ പോകാൻ തന്നിട്ട് ഇവിടെയും ചെയ്യുന്നത്. അങ്ങനെ ഇന്നത്തെ അടുക്കളപ്പണിയൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. ഈ അടുക്കളപ്പണി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് ഇച്ചിരി നേരം ഇരിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യണ സമയം എനിക്ക് വീഡിയോ പിടിക്കാനൊക്കെ വലിയ താല്പര്യം. പക്ഷേ എഡിറ്റ് ചെയ്യുന്ന സമയം ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്നത് ഒരുപാട് നേരം ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ പണികൾ തീരുമ്പോൾ കുറച്ച് നേരം ഇരിക്കുന്ന ആ ഒരു സമയത്താട്ടോ ചെയ്യണത്. ഒരുപാട് നേരം ഇങ്ങനെ നോക്കിയിരുന്ന് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് തൂക്കാനുള്ള പരിപാടിക്ക് ഇറങ്ങി. എല്ലാം തൂത്ത് ഇന്നലെ വൈകുന്നേരം തൂത്തിട്ടേക്കണതാട്ടോ. സന്ധ്യ വിളക്ക് കത്തിക്കിടേക്കുമ്പോൾ നമ്മളൊന്ന് തൂത്തിടൂല. അങ്ങനെ തൂത്തിട്ടേക്കണോണ്ട് വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒന്ന് ഓടിച്ചിട്ട് തൂക്കാനേ ഉള്ളൂ. പിന്നെ റൂം ചേഞ്ച് ചെയ്തായിരുന്നു കേട്ടോ. ഈ റൂമിലായിരുന്നു മാള് കിടന്നിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ചൂട് കൂടിയപ്പോൾ അവിടെ തണുക്കാൻ താമസമാണ് കേട്ടോ. അത് കാരണം തന്നെ മാളുവിനെ ഞങ്ങൾ കിടക്കുന്ന റൂമിലേക്ക് മാളുവിൻ്റെ കട്ടിൽ മാറ്റിയിട്ടോ. അപ്പോൾ അത് കാരണം ഹാളിൽ ഇപ്പോൾ നല്ല വെട്ടവും സൗകര്യമായി കേട്ടോ. അപ്പോൾ മാളുവിനെ ഇവിടെയാണ് കിടത്തണേ. നമ്മളെല്ലാവരും കൂടി ഇപ്പോൾ ഒന്നിച്ചായിട്ടാണ് കിടക്കണേ. ഇപ്പോൾ തൂക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒന്ന് മൊത്തം തുടയ്ക്കും കേട്ടോ. നമ്മൾ ഇങ്ങനെ സോഫയിൽ തുണികളും കർട്ടനും ഒക്കെ ഞാൻ കഴുകി ഇട്ടിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം ഇന്ന് കഴുകുന്നില്ല. പിന്നെ എല്ലാം ഒന്ന് തുടച്ചൊക്കെ ഇടും കേട്ടോ. മൊത്തം ടേബിള് സോഫ കസേരയൊക്കെ ഒന്ന് തുടച്ചിടും. ഇതൊക്കെ അമ്മ കുഞ്ഞിലെ മുതൽ ഇങ്ങനെ ചെയ്ത് കണ്ട ശീലങ്ങളാട്ടോ. ഇതെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യണതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പലയിടത്തും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യുന്ന കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ചെയ്യാത്തവർക്ക് തോന്നും ഇത് എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് കേട്ടോ. പക്ഷേ ഇതിൽ കൂടുതലും നോക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ശീലിച്ച കാരണം അല്ലാതെ പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട്. പിന്നെ ഇത്ര വയ്യായികളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരുപാട് ചെയ്യില്ല. അങ്ങനെ എൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും മാളുകുട്ടി ഇന്ന് നേരത്തെ വന്നു. ഇവർക്ക് ചൂട് കാരണം ഇപ്പോൾ സ്കൂളിൻ്റെ ടൈം വിടുന്നത് നേരത്തെ ആക്കിയിട്ടോ. അപ്പോൾ മാളു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഒന്നിച്ചായിട്ടായിരുന്നു ഫുഡ് കഴിക്കണേ. എന്നും അനീഷേട്ടൻ വരുന്ന സമയത്ത് ഇന്ന് മാളും വന്നു കേട്ടോ. സാധാരണ മാളു 3 മണിക്കാണ് വരുന്നത്. ഇന്ന് മാളു നേരത്തെ വന്നു കേട്ടോ.
ഇപ്പോൾ 12 മണിക്ക് വിടും, 1 മണിയാകുമ്പോഴത്തേനും എത്തും. അത് കാരണം ഇന്ന് എനിക്ക് കഴിക്കാൻ കൂട്ടുണ്ടായിരുന്നു. ഇന്നലെ എനിക്ക് ആരും ഇല്ലായിരുന്നു കേട്ടോ. ഇന്നും അതിനാണ് ആള് വന്നു തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെ വിശേഷമൊക്കെ പറഞ്ഞ് ഇനി ഫുഡൊക്കെ കഴിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അമ്പലത്തിൽ പോണ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.